ഇന്നലെ ഒരു പൊക്കിക്കൊണ്ട് നടന്നവനെ കുറിച്ച് ഇന്ന് രാത്രി വന്ന് അപരാധം പറയാന്ന് പറഞ്ഞാൽ ഇത്തിരി വിഷമമുള്ള പരിപാടിയാണ്. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. സഞ്ജു സാംസൺ ബാക്ക് ഓൺ ദ ട്രാക്ക്. ഇന്ന് ഡക്സനായിട്ടാണ് അണ്ണൻ പുറത്തു പോയത്. കഴിഞ്ഞ മത്സരത്തിലും ഡക്ക്, ഇപ്പോഴത്തെ മത്സരത്തിലും ഡക്ക്. അച്ഛൻ്റെ വായെന്ന് തുറന്നതോടുകൂടി മോൻ്റെ ഭാവി മണ്ടയ്ക്ക് കയറിയോ എന്നുള്ള ഒരു സംശയമാണ്. അങ്ങനൊന്നും ആയിരിക്കത്തില്ലടേ. കാര്യം ഇനിയും സഞ്ജുവിന് അവസരങ്ങൾ കൊടുക്കും എന്ന കാര്യം ഉറപ്പാണ്. അത് സൂര്യകുമാർ യാദവും ഗംഭീറും ഒക്കെ വളരെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. പിന്നെ സഞ്ജുവിൻ്റെ അച്ഛൻ്റെ വാക്കുകൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ശ്രീലങ്കയ്ക്കെതിരെ 2 ഡക്ക്, ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 2 ഡക്ക്, അതിനിടയിൽ 2 സെഞ്ചുറി. എപ്പിട്രാ? എന്തായാലും സഞ്ജു വി സാംസൺ നിരാശപ്പെടുത്തി. സ്കോർ ബോർഡിലേക്ക് റണ്ണൊന്നും ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 22 വയസ്സുകാരൻ പയ്യൻ ക്രീസിലേക്ക് നടന്നു വന്നു. പിന്നീട് കണ്ടത് അവന്റെ അവിശ്വസനീയമായ ബാറ്റിംഗ് ഷോ. 2 ലെഫ്റ്റീസ് ചേർന്ന് നിന്ന് സൗത്ത് ആഫ്രിക്കയുടെ ബോളിംഗ് നിരയെ തച്ചു തകർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അഭിഷേക് ശർമ്മ 25 പന്തുകളിൽ നിന്നും 5 സിക്സും 3 ഫോറുമായിട്ട് 50 റൺസ് എടുത്തു. കേശവ് മഹാരാജ വളരെ തന്ത്രപരമായിട്ടാണ് പുള്ളിയെ പുറത്താക്കിയത്. ക്ലാസൻ സ്റ്റംപ് ചെയ്തിട്ടാണ് ആളിനെ പുറത്താക്കിയത്. തിലക് വർമ്മ 56 പന്തിൽ 107 റൺസുമായിട്ട് നോട്ട് ഔട്ട് ആയിട്ട് അവിടെ തലയുയർത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സൂര്യകുമാർ യാദവിന് പണിയൊന്നും നടന്നില്ല. 4 പന്തിൽ നിന്നും 1 റൺസുമായിട്ട് കയറി വരാനേ പറ്റുള്ളൂ. സൂര്യകുമാർ യാദവിന് അവിടെ കളിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിരുന്നു. കാരണം ഇന്ത്യയിലെ പോലെ തൂക്കിയടി നടക്കത്തില്ല. കാരണം ബൗണ്ടറിക്ക് വലിപ്പം കൂടുതലാണ്. സോ അൺഓർത്തഡോക്സ് ഷോട്ടുകളുമായിട്ട് അവിടെ കളിക്കാൻ സൂര്യക്ക് ഇത്തിരി പാടുപെടും എന്നുള്ളത് എനിക്കൊരു ഊഹം ഉണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ നടന്നു. ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞ് 16 പന്തിൽ 18 കഴിഞ്ഞ മത്സരത്തിലേ ഈ ഹാർദിക് ക്രീസിലേക്ക് വന്നിട്ട് നോൺ സ്ട്രൈക്ക് ബാറ്റ്സ്മാനോട് പറഞ്ഞ എന്താണെന്നറിയാവോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് എൻജോയ് ദി ഷോ. നിങ്ങൾ അവിടെ നോൺ സ്ട്രൈക്ക് ഇന്ത്യ നിന്ന് ഷോ കാണാനാണ് പറഞ്ഞത്. എന്നിട്ട് വന്ന് ഹാർദിക് എണ്ണം തുഴയുമായിരുന്നു. ഇന്നെന്തായാലും 16 പന്തിൽ നിന്നും 18 റൺസാണ് എടുത്തത്. റിങ്കു സിംഗ് തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഹിറ്റ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ സ്ട്രൈക്കൊന്നും ഏറ്റില്ല. റിങ്കു നിരാശപ്പെടുന്ന പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത് എന്ന് പറയേണ്ടി വരുന്നുണ്ട്. രമൺദീപ് 6 പന്തിൽ നിന്നും 15 റൺസ് എടുത്തു, 1 ഫോറും 1 സിക്സും. അങ്ങനെ രമൺദീപ് അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. അക്സർ പട്ടേൽ നോട്ട് ഔട്ടായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പം മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരാനാണെങ്കിൽ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺസ് എടുത്തു. അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു സ്കോർ തന്നെയാണ്. സൗത്ത് ആഫ്രിക്ക ഇത് ചേസ് ചെയ്ത് ജയിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് കാത്തിരുന്ന് കാണാം.